നമസ്കാരം. മുൻ മന്ത്രിയും തവനൂർ എം.എൽ.എയുമായ ശ്രീ കെ.ടി. ജലീലാണ് ഇന്ന് മീറ്റ് ദ ലീഡറിൽ പങ്കെടുക്കുന്നത്. നമസ്കാരം ശ്രീ കെ.ടി. ജലീൽ. എന്തായാലും ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഹാങ് ഓവറൊക്കെ മാറിയിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഇപ്പോഴും പൊതുവായുള്ള ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം LDFനെ കൈവിട്ടു എന്നുള്ളതാണ്. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന് വോട്ട് രേഖപ്പെടുത്തുന്ന അത് ആ പാറ്റേണിലായിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുക. ഇപ്പോൾ 2010 ഇതിനേക്കാൾ വലിയ മുന്നേറ്റം UDF നടത്തിയ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പായിരുന്നു. പക്ഷേ 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ നേരിയ വ്യത്യാസത്തിലാണ് LDFും UDFും തമ്മിൽ നിന്നത്, 68-72 എന്ന നിരക്ക്. പക്ഷെ അന്ന് VS സർക്കാരായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, 2 ടേമായിട്ടുള്ള പിണറായി വിജയൻ സർക്കാരാണ്. അപ്പോൾ അവിടെ വലിയൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവണം. അങ്ങനെയല്ല. അതെന്താ കാരണം എന്ന് വെച്ചാൽ 2 ടേം ആയതിൻ്റെ ഗുണം നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ വികസന മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. സാധാരണഗതിയിൽ ഓരോ ടേം ആകുമ്പോൾ ഒരു ഗവൺമെൻറ്റിനും കുറച്ച് ലോങ് റണ്ണിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ നാഷണൽ ഹൈവേക്ക് സ്ഥലം ഏറ്റെടുക്കുക എന്ന് പറയുന്ന പ്രക്രിയ, അത് 2ാം പിണറായി സർക്കാർ വന്നതുകൊണ്ട് യാഥാർത്ഥ്യമായതാണ്. 2000-ലധികം ഏക്കർ സ്ഥലം ഏറ്റെടുക്കണം കേരളത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗം വരെ. ചെറിയൊരു കാര്യമല്ല. വളരെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനുള്ള ഒരു സംസ്ഥാനത്ത് സ്ഥലം ഏറ്റെടുക്കലാണ് ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ജോലി. അത് നടന്നത് 2ാം പിണറായി സർക്കാർ വന്നതുകൊണ്ടാണ്. പക്ഷേ അങ്ങനത്തെ വികസന കാര്യങ്ങൾ ശരിക്കും ഗ്രാസ് റൂട്ടിൽ പ്രതിഫലിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. അത് പ്രതിഫലിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ അവകാശവാദം തെറ്റാണെന്ന് കൂടിയാണ്. ജനങ്ങൾ കാരണം 2 തവണ ഭരിച്ചുവല്ലോ, അപ്പോൾ ഒന്ന് മാറി നിൽക്കട്ടെ എന്നൊരു സന്ദേശം കൊടുക്കുവാൻ തയ്യാറായി നിൽക്കുന്നത് പോലെയാണ്. ഞാൻ പറഞ്ഞല്ലോ, തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന് ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്നത് പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ, പ്രാദേശികമായ വികസന കാര്യങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ചർച്ചയാവുന്നത്. ഈ സമയത്തും കളങ്കമായിട്ട് ഒരുപാട് ഫാക്ടറികളുണ്ട്, ഒരുപാട് ഘടകങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ശബരിമലയിലെ വിഷയം തന്നെ, സ്വർണ്ണക്കൊള്ള എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അവിടെ അറസ്റ്റിലായതും CPMൻ്റെ നേതാക്കളാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ പ്രതികൾ ആരാണ് എന്നുള്ളത് SITയുടെ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് കാണാം. കോടതി കാര്യത്തിൽ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം. ഈ പോറ്റി എന്ന് പറയുന്ന കാട്ടുകള്ളനെ ആരാണ് ശബരിമലയിൽ കയറ്റിയത്? അത് KC വേണുഗോപാൽ ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രിയായിരുന്ന കാലത്ത് കയറിയതാണ്. CPIMൻ്റെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് അതിൽ പ്രത്യക്ഷമായി വല്ല പങ്കുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും CPIM അക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നടപടിയെടുക്കും. ഇല്ല, ഒരു നടപടി ഉണ്ടായിട്ടില്ല. അല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ റിപ്പോർട്ട് വന്നിട്ടില്ലല്ലോ. SITയുടെ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുക്കുന്ന സമയത്ത് അതിൽ ഓരോരുത്തരുടെയും പങ്കാളിത്തം എന്താണ് എന്നുണ്ടാവുമല്ലോ. അതേസമയം ജാമ്യം കിട്ടിയ തന്ത്രിയെ പെരുങ്കളൻ എന്നും വിളിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ഒത്തുപോവുകയില്ല. അല്ല, തന്ത്രി അറിയാതെ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുക? അവിടെ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനേക്കാൾ ആർക്കാണ്? പക്ഷെ അവിടെ കോടതി പറഞ്ഞിരിക്കുകയാണ്, വിജിലൻസ് കോടതി പറഞ്ഞത് ഒരു കണിക പോലും തെളിവിൻ്റെതില്ല. ആ വിജിലൻസ് കോടതിയുമായി, ആ വിധിയുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളുണ്ട് എന്ന് ഇതിനകം തന്നെ അഭിപ്രായം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ. അത് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നാണോ? അല്ല, ഇടത് കേന്ദ്രങ്ങളിൽ നിന്നല്ല, നമുക്ക് തന്നെ തോന്നും. ഏതൊരാൾക്കും സ്വാഭാവികമായിട്ടും തോന്നാവുന്നതേ ഉള്ളൂ അത്. ഞാനിപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. കാരണം ഈ ന്യൂനപക്ഷ സമുദായങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം LDFനെ കൈവിട്ടിരിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടായിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ടൊരു ട്രാക്ക് മാറ്റം അതും സംഭവിച്ചിട്ടുണ്ടല്ലോ. അതാണല്ലോ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ തന്നെ മുസ്ലിം സമുദായത്തിനെതിരെ ഇത്രമാത്രം വിമർശനം നടത്തിയിട്ടും അദ്ദേഹത്തെ തള്ളിപ്പറയുവാൻ സാധിക്കുന്നില്ല, അദ്ദേഹത്തെ തള്ളിപ്പറയാൻ ശ്രമിക്കുന്നില്ല CPM. അതൊരു വലിയ ചോദ്യമായിട്ട് അവശേഷിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി തന്നെ തൻ്റെ പ്രസ്താവന ആരെക്കുറിച്ചാണ് എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞു. ഞാനൊരു പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ അതിലെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ എന്നെ പ്രതിക്കൂട്ടിലാക്കി, അല്ല നിങ്ങൾ മറ്റതാണ് ഉദ്ദേശിച്ചത്, നിങ്ങൾ ഇതല്ല ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ ഒരു വാഗ്വാദത്തിന് പോകേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ മലപ്പുറത്തെ കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത്. മലപ്പുറം എന്ന് പറയുമ്പോൾ ലീഗിന് എഴുതി കൊടുത്തിരിക്കുന്നു. അല്ല, അങ്ങനല്ല, മുസ്ലിം ലീഗിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞു. ലീഗ് രാഷ്ട്രീയ പാർട്ടി ഈ പിന്നോക്ക സമുദായ മുന്നണി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൂടെ നടത്തി, ഞങ്ങളുടേതെല്ലാം ചോർത്തിയെടുത്ത് ഞങ്ങൾക്ക് വേണ്ടതുപോലെ ഇങ്ങോട്ട് തിരിച്ചൊന്നും തന്നില്ല
എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പക്ഷെ പരാതി. ഒരു ഭരണത്തിന് കീഴിലും അദ്ദേഹം അനുകൂലിച്ച് പറഞ്ഞിട്ടില്ല. ഈ മുസ്ലിങ്ങൾക്കാണ് കൂടുതൽ പ്രാതിനിധ്യം കിട്ടുന്നത്, അല്ലെങ്കിൽ അവർക്കാണ് സ്കൂളുകൾ കിട്ടുന്നത്, കോളേജുകൾ കിട്ടുന്നത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അല്ല, ലീഗിൻ്റെ കാര്യമല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ല, ലീഗിൻ്റെ കാര്യം, ലീഗ് SNDPയെ അവഗണിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ വാദത്തിന് വേണ്ടി അത് സമ്മതിക്കുന്നു. ഇപ്പം നിങ്ങളിതൊക്കെ പറയുന്നുണ്ടല്ലോ. വെള്ളാപ്പള്ളി നടേശൻ ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി ഡോക്ടർ മുബാറക് പാഷയെ കൊണ്ടുവന്നപ്പോൾ എന്നെ വിമർശിച്ചിരുന്നു. എന്നെ മലപ്പുറത്തിൻ്റെ മന്ത്രി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് ഈ മലപ്പുറം പ്രേമികൾ എവിടെയായിരുന്നു? വെള്ളാപ്പള്ളി എന്നെ വിമർശിച്ചാൽ അത് തരക്കേടില്ല, നല്ല വിമർശന, വെള്ളാപ്പള്ളി നല്ല ആളാണ്. വെള്ളാപ്പള്ളി ലീഗിനെ വിമർശിച്ചാൽ അത് സമുദായത്തെ വിമർശിക്കുക. ഞാനും ലീഗുകാരെ പോലെ ഒരു പ്രാക്ടീസിങ് മുസ്ലിം തന്നെയാണ്. അപ്പോൾ എന്നെ വിമർശിക്കുന്നത് സ്വീകാര്യമാണെന്നും ലീഗിനെ വിമർശിക്കുന്നത് അസ്വീകാര്യമാണെന്നും പറയുന്നതിലെ ഔചിത്യക്കുറവ് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ വെള്ളാപ്പള്ളിയെ തള്ളി പറയേണ്ട ആവശ്യമില്ല ഈ സമയത്ത്, അല്ലേ? വെള്ളാപ്പള്ളിയെ ആരാണ് തള്ളി പറയുന്നത്? ഇപ്പോൾ കോൺഗ്രസ് തള്ളി പറയുന്നുണ്ടോ? കോൺഗ്രസിൻ്റെ ഏത് നേതാവാണ് KPCC പ്രസിഡന്റ് വെള്ളാപ്പള്ളിയെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? രമേശ് ചെന്നിത്തല വെള്ളാപ്പള്ളിയെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ അവാർഡ് കിട്ടിയപ്പോൾ പ്രതിപക്ഷ നേതാവ് വരെ അതിനെ സ്വാഗതം ചെയ്യുകയല്ലേ ചെയ്തത്? പ്രതിപക്ഷ നേതാവ് യഥാർത്ഥത്തിൽ പറയേണ്ടത് എന്താ? ഇങ്ങനെ വർഗീയമായിട്ടുള്ള ധ്രുവീകരണം ഈ സംസ്ഥാനത്ത് നടത്തുന്ന ഒരാൾക്ക് ഈ പദവി കൊടുത്തത്, ഈ ഒരു പതക്കം കൊടുത്തത് ശരിയായില്ല എന്നല്ലേ അദ്ദേഹം പറയേണ്ടിയിരുന്നത്? അദ്ദേഹം പറഞ്ഞോ? അല്ല, അങ്ങനെ പറയണോ? അല്ല, അങ്ങനെയല്ലേ അദ്ദേഹം, നിങ്ങൾ ഈ പറയുന്നത് പോലെയാണ് എങ്കിൽ അങ്ങനെയല്ലേ പറയേണ്ടിയിരുന്നത് അദ്ദേഹം. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതെല്ലാ സാമുദായിക നേതാക്കൾക്ക് നേരെയും ഒരേ കാര്യങ്ങൾ തന്നെ നിങ്ങൾ നേതാക്കന്മാർ LDF ആണെങ്കിലും UDF ആണെങ്കിലും ആ രീതിയിലുള്ള സമീപനം എടുക്കുകയാണ്. ഇപ്പോൾ കാന്തപുരത്തിൻ്റെ കാര്യം തന്നെ, കാന്തപുരം എന്താണ് പറഞ്ഞത്? പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം വെളിയിൽ ഇറങ്ങി വന്ന് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ഒരു തടസ്സവുമില്ല, അവർക്ക് മതസ്ഥാപനങ്ങൾ നടത്തുന്നതിന് തടസ്സമില്ല, പള്ളികളിൽ തടസ്സമില്ല എന്നൊക്കെ പറയുമ്പോൾ മുസ്ലിങ്ങൾ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കുന്നില്ല എന്നാണ്. അദ്ദേഹത്തിന് പറയാൻ കൊള്ളാവുന്ന ഒരു കാര്യമാണോ? അല്ല, കാന്തപുരം ബക്കർ മുസ്ലിയാർ, നമ്മളിപ്പോൾ നമ്മളുടെ രാജ്യത്ത് ആഭ്യന്തരമായിട്ട് പറയേണ്ട കാര്യങ്ങൾ അങ്ങനെ പറയണം. ലോകത്ത് ചർച്ച ചെയ്യപ്പെടും വിധമുള്ള രീതിയിൽ നമ്മളുടെ പ്രസ്താവന പോകുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രസ്താവന നടത്തുമ്പോൾ രാജ്യത്തിൻ്റെ കൂടെ നിന്ന് പറയണം. ഇവിടെ ഞങ്ങൾക്ക് ചില അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് ഞങ്ങൾ തീർത്തോളാം, അതിന് ബാഹ്യശക്തികളുടെ ഇടപെടലൊന്നും വേണ്ട, ഇവിടെ മുസ്ലിങ്ങൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ആ ഒരു സ്പിരിറ്റിലാണ് ഒരു രാജ്യസ്നേഹിയായിട്ടുള്ള ആൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കേണ്ടത്. സമാനമായ രൂപത്തിലാണ് AP അബൂബക്കർ മുസ്ലിയാർ പ്രതികരിച്ചിട്ടുള്ളത്. എന്നാൽ പോലും പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം മുസ്ലിം സമുദായത്തിൽ വളരെയധികം സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും അളന്നു തൂക്കിയുള്ളതാണ്. അദ്ദേഹം അത് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും അത്തരം വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളതും. ആരോഗ്യപരമായി അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും അദ്ദേഹം അത് അറിയാതെ പറയുകയില്ല. അപ്പോൾ അങ്ങനെ ഒരു സന്ദേശം കൊടുക്കുമ്പോൾ അത് രാജ്യാന്തര തലത്തിൽ പോകുന്നതല്ല. വടക്കേ ഇന്ത്യയിൽ ഇത് ഏത് രീതിയിലാണ് BJP ഉപയോഗപ്പെടുത്തുക എന്നുള്ള കാര്യം അദ്ദേഹം ഓർക്കണമായിരുന്നുവല്ലോ. പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹം പ്രസ്താവന നടത്തുന്നത്. ഈ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ആശങ്കകൾ, SIRുമായി ബന്ധപ്പെട്ട ആശങ്കകൾ, ഉത്തരേന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഇപ്പോൾ ജയ് ശ്രീറാം വിളിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇത്യാദി വിഷയങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ സംസാര വിഷയമായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പ്രധാനമന്ത്രി അതിന് ഒരു പ്രതികരണവും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന ഉടനെ അദ്ദേഹം നടത്തുന്ന പ്രസ്താവനയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. ആ ഒരു ഘട്ടത്തിൽ നമ്മളുടെ രാജ്യത്തെ പ്രതിക്കൂട്ടിലാക്കുമാർ ഒരു പ്രസ്താവന ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നുള്ള പേരിൽ അദ്ദേഹം നടത്തിയാൽ അത് ലോങ് റണ്ണിൽ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക്, വിശിഷ്യ മുസ്ലിങ്ങൾക്ക് തന്നെ പ്രതികൂലമാകുമോ എന്നുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടാകും. അതുകൊണ്ടാണ് അദ്ദേഹം ആ കാര്യത്തിൽ ഭയമാണോ? അല്ല, കേന്ദ്ര സർക്കാരിനോടുള്ള ഭയമല്ല. താൻ പറയുന്ന ഏതൊരു പ്രസ്താവനയും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മുസ്ലിങ്ങൾക്ക് അതൊരു ശാപമായിട്ട് വരരുത്, അതവർക്ക് ഒരു വിനയായിട്ട് മാറരുത് എന്നുള്ള ഒരു നിർബന്ധം അദ്ദേഹത്തിനുണ്ടാകും. പക്ഷേ ഞാൻ പറയട്ടെ, ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ വിദേശത്ത് പോയിട്ട് പ്രധാനമന്ത്രിക്കെതിരെ സംസാരിക്കുന്നുണ്ട് ആണല്ലോ. അപ്പോൾ അത്തരമൊരു നറേറ്റീവ് അവിടെ കൊടുക്കുമ്പോൾ ഈ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്ന ആൾ, ഒരു മുസ്ലിം മതപണ്ഡിതൻ,
മുസ്ലിം സമുദായത്തിൽ ഇത്രയും സ്വാധീനമുള്ള ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ അത് രാജ്യാന്തര തലത്തിൽ നിന്ന് വലിയ വാർത്തയാകുമ്പോൾ പോലും അത് രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്ന രീതിയിലേക്ക് വരികയുള്ളൂ. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെറുതെ ഇവിടെ ആഭ്യന്തരമായിട്ട് പ്രതിപക്ഷം വിമർശിക്കുകയാണ് എന്നേ വരികയുള്ളൂ. അല്ല, രാഹുൽ ഗാന്ധിക്ക് അത് പറയാം. കാരണം രാഹുൽ ഗാന്ധിയാണല്ലോ. ഉം. AP അബൂബക്കർ മുസ്ലിയാരാണിത്. ഇദ്ദേഹത്തിന് അത് പറയാൻ കഴിയില്ല. അപ്പം നിങ്ങൾ പറയുന്നത് പോലെ എനിക്ക് പറയാൻ പറ്റൂല. അപ്പോൾ അതിന് വേറൊരു നരേഷനാണ് വരിക. എല്ലാവരും കൂടി അയാളെ കൊത്തിപ്പറിക്കുന്ന ഒരു സ്ഥിതി വരും. നമ്മൾ ഈ രാജ്യത്ത് എവിടേക്കും പോകാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. ഈ രാജ്യത്ത് തന്നെ ജീവിക്കാനല്ലേ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ വിചാരിച്ചിട്ടുള്ളത്. അരുതാത്ത പലതും സംഭവിച്ചിട്ടുണ്ട്. ഭാവിയിൽ അത്തരം അരുതായ്മകൾ ഇല്ലാതാക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കുന്ന വ്യക്തികളിൽ ഒരാളാണല്ലോ AP അബൂബക്കർ മുസ്ലിയാർ. രാജ്യത്തിന്റെ കാര്യവും സംസ്ഥാനത്തിന്റെ കാര്യവും നോക്കിയില്ല. രാജ്യത്തെ മുസ്ലിങ്ങളും സംസ്ഥാനത്തെ മുസ്ലിങ്ങളും അതെങ്ങനെ കാണുന്നു എന്നുള്ള കാര്യം കാന്തപുരം ഓർക്കണം. ആത്യന്തികമായിട്ട് എന്താണ് മുസ്ലിം സമുദായത്തിന് കിട്ടാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ ഭാവിയിൽ ആശങ്കയുടെ ഒരു നിഴല് പരത്തി മുന്നോട്ട് പോകണമോ, അതല്ല എന്തെങ്കിലും തരത്തിൽ വല്ല പ്രയാസരഹിതമായ ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ അത് വേണമോ എന്ന് ചിന്തിച്ചിട്ടാവാം ആ രണ്ടും അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ആലോചിച്ചിട്ടുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുചിന്തിതമായി അദ്ദേഹം സംഘപരിവാർക്കും ബിജെപിക്കും കേന്ദ്ര സർക്കാരിനും കൊടുക്കുന്ന ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ആയിരുന്നു കാന്തപുരത്തിന്റെ വാക്കുകൾ. ഇപ്പം ഞാൻ അതിശക്തമായിട്ട് ഇതിനൊക്കെ വിമർശിക്കുന്ന ആളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്നുകൊണ്ടാണ് അതിനെ വിമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് പോലെ അദ്ദേഹത്തെ പോലെ ഒരു വളരെ പക്വമതിയായിട്ടുള്ള ഒരാൾ, വളരെ ഉന്നത സ്ഥാനീയനായിട്ടുള്ള ഒരാൾ ഇത്തരം ഒരു ഞാൻ പറയുന്നത് പോലെ പറയണം എന്ന് ശടിക്കാൻ പറ്റൂലല്ലോ. നമുക്ക് ഒറ്റത്തടിയാവുമ്പോൾ നമുക്ക് പറയാം. ഇപ്പം എനിക്ക് പറയാം, എന്തും പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ മേപ്പിട്ട് നോക്കിയ ആകാശം കീപ്പിട്ട് നോക്കിയ ഭൂമിയാണ്. എൻ്റെ കയ്യിൽ വരവിൽ കവിഞ്ഞ ഒരു പൈസ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാം. അപ്പോൾ കാന്തപുരത്തിനും കാന്തപുരത്തിന് മാത്രമല്ല, അങ്ങനല്ല, കാന്തപുരമൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നയാളാണ്. അവർ ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ ലോങ് റണ്ണിലുള്ള വീക്ഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് നമ്മളെപ്പോലെ പ്രതികരിക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ കാന്തപുരത്തെ താങ്കൾ അനുകൂലിക്കുന്നുണ്ട്. പക്ഷേ ക്രൈസ്തവ സഭാ ബിഷപ്പുമാർ പ്രധാനമന്ത്രിയെ കാണുകയും ക്രിസ്മസ് ഈസ്റ്റർ വിരുന്ന് സ്വീകരിക്കുകയും ചെയ്ത സമയത്ത് അവരെ പറഞ്ഞിരുന്നത് നിങ്ങൾ കഴിക്കുന്ന അപ്പത്തിലും അവർ തരുന്ന വീഞ്ഞിലും വിഷമൊളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇതെന്താണ് രണ്ട് നീതി? ക്രൈസ്തവ സഭാ ബിഷപ്പുമാർ പ്രധാനമന്ത്രിയെ കാണുകയും കേന്ദ്രത്തിന് അനുകൂലമായി സംസാരിക്കുകയും ചെയ്യുമ്പോൾ അത് മോശം, പക്ഷേ കാന്തപുരം സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല. അല്ല, ക്രൈസ്തവ സഭ അധ്യക്ഷന്മാർ കണ്ടതിനെ ആരാണ് വിമർശിച്ചത്? എല്ലാവരും വിമർശിച്ചിരുന്നു. ഇവിടെ അന്ന് ക്രൈസ്തവ സഭാ ബിഷപ്പുമാർ ക്രിസ്മസ് വിരുന്ന് സ്വീകരിച്ച സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിമർശിച്ചു. എന്ന് മാത്രമല്ല, ഇത് മുന്നറിയിപ്പാണ്, നിങ്ങൾ നോക്കിക്കോളൂ, ഉടൻ തന്നെ വടക്കേ ഇന്ത്യയിൽ ഒരു ആക്രമണം ഉണ്ടാകും വൈദികർക്ക് നേരെ എന്ന്. അങ്ങനെ ആക്രമണം ഉണ്ടായ സമയത്ത് പറഞ്ഞു, അന്നേ ഞങ്ങൾ പറഞ്ഞതല്ലേ എന്ന്. ഉണ്ടായതല്ലോ ആണല്ലോ. അത് ഞാനൊന്നും, അതൊക്കെ ക്രൈസ്തവ സമുദായത്തിൻ്റെ കാര്യങ്ങൾ അവരല്ലേ നോക്കേണ്ടത്. ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ ക്ഷണം കിട്ടിയിട്ടായിരിക്കും പ്രധാനമന്ത്രിയെ പോയി കണ്ടിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ക്ഷണിച്ചാൽ അവർ പോകാൻ ബാധ്യസ്ഥരാണല്ലോ. അപ്പോൾ പ്രധാനമന്ത്രിയുടെ വിരുന്നിന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഈ അടുത്ത് പോയല്ലോ. അതൊക്കെ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ആശയപരമായിട്ട് ചിലപ്പോൾ അതിശക്തമായിട്ട് അവരോട് വിയോജിക്കും. പക്ഷേ എന്നാൽ പോലും കല്യാണത്തിൽ പങ്കെടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. KNM പോലെയുള്ള സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ളവർ, ഇവർ കാന്തപുരത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അത് ശരിയായില്ല, അത് മുസ്ലിം സമൂഹത്തെ വഞ്ചിക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി RSSുമായിട്ട് ചർച്ച നടത്തിയതോ രഹസ്യ ചർച്ച, അത് മുസ്ലിം സമുദായത്തിൻ്റെ കൺസെൻറ്റോട് കൂടിയിട്ടായിരുന്നു. എന്നിട്ട് അവർ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ചില്ലേ. അത് പിന്നെ യാദൃശ്ചികമായി പുറത്തു വന്ന ഘട്ടത്തിലല്ലേ അത് സമ്മതിക്കാൻ ജമാഅത്തെ ഇസ്ലാമി തയ്യാറായത്. ഇപ്പോൾ മുജാഹിദ് വിഭാഗത്തിൻ്റെ സമ്മേളനങ്ങളാണെങ്കിൽ അതിലും BJPയുടെ നേതാക്കന്മാർ സംബന്ധിക്കുന്നുണ്ടല്ലോ. അവർ പദവികളുള്ള ആളുകളാണെങ്കിലും അവരെ വിളിച്ചിട്ടുണ്ടല്ലോ. അതെല്ലാ മുസ്ലിം സംഘടനകളും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ ഞാൻ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമി UDF-മായി കൂട്ടുകൂടുന്നു. അതിൽ VD സതീശൻ പരസ്യമായ അഭിപ്രായം പറയുന്നു മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചവരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന്. അതാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മുസ്ലിം പൊളിറ്റിക്സ് ആയിട്ട് കൊണ്ടുവരുന്നത് LDF. LDF ഇപ്പോഴും പറയുന്നു മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചവരല്ല ജമാഅത്തെ ഇസ്ലാമി എന്നാണ്. പക്ഷേ ഇതേ ജമാഅത്തെ ഇസ്ലാമി തന്നെ LDF-നൊപ്പം കൂട്ടുകൂടിയപ്പോഴും വോട്ട് ചെയ്തപ്പോഴും കുഴപ്പമില്ലായിരുന്നു എന്നുള്ള ചോദ്യം വരും. LDF-ഉമായിട്ട് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് സഖ്യം ചെയ്തിട്ടുള്ളത്? ജമാഅത്തെ ഇസ്ലാമി തിരുവമ്പാടി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം അങ്ങനല്ല. ജമാഅത്തെ ഇസ്ലാമി കാലാകാലങ്ങളായിട്ട് മൂല്യം നോക്കിയാണ് വോട്ട് ചെയ്തത്. ഒരു നിയോജക മണ്ഡലത്തിൽ UDF-ന് വോട്ട് ചെയ്യുമ്പോൾ വേറൊരു നിയോജക മണ്ഡലത്തിൽ LDF-ന് വോട്ട് ചെയ്യുന്നു. എന്തായാലും LDF-ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, LDF-നും വോട്ട് ചെയ്തിട്ടുണ്ട്. അവരവരുടെ പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിച്ച് അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചതിന് ശേഷം, ആ ശ്രമം തുടങ്ങിയതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമി ഒരു തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് സഹകരിച്ചിട്ടില്ല. പക്ഷേ വെൽഫെയർ പാർട്ടി ഉണ്ടാക്കുന്നതിന് മുൻപാണല്ലോ ഇവർ മതരാഷ്ട്രവാദത്തിൽ ഉറച്ചു നിൽക്കുകയും ജമാഅത്തെ ഇസ്ലാമി എന്ന രീതിയിൽ അവർ പ്രവർത്തിച്ചിരുന്നത് ഈ വെൽഫെയർ പാർട്ടി ഉണ്ടാക്കുന്നതിന് മുൻപാണല്ലോ. ഇപ്പോൾ അങ്ങനെ പേരിനെങ്കിലും വെൽഫെയർ പാർട്ടി എന്ന് പറയാം, അന്ന് അതുപോലും ഉണ്ടായിരുന്നില്ല. അല്ല, ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ CPM തേടി എന്നുള്ളതിന് ഒരു രേഖ വരെ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. 2011 ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനുമായിട്ട് ചർച്ച നടത്തിയെന്ന് അവർ പറഞ്ഞല്ലേ ഉള്ളൂ. AKG സെന്ററിൽ കണ്ടിരുന്ന കാര്യം മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടില്ല. അല്ല, AKG സെന്ററിൽ എത്രയോ ആളുകൾ വന്നിട്ട് കാണും. ഇപ്പോൾ പല പല സംഘടനകളുടെ നേതാക്കന്മാർ AKG സെന്ററിൽ വന്ന് CPM-ന്റെ നേതാക്കന്മാരെ കാണൂലേ? തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകിയ ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് പറഞ്ഞുകൊണ്ട് അന്ന് CPM സംസ്ഥാന സെക്രട്ടറി ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അങ്ങോട്ട് പോയി തേടില്ല, ഇങ്ങോട്ട് വന്നിട്ട് പറയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണ തരാം. നേരെ മറിച്ച് UDF എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് വെൽഫെയർ പാർട്ടിയുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കുകയാണ്. അല്ല, വെൽഫെയർ പാർട്ടി LDF-നാണ് പിന്തുണ നൽകുന്നതെങ്കിൽ അത് സ്വീകരിക്കില്ലേ? വെൽഫെയർ പാർട്ടി LDF-ന് ഒന്നാമത്തേതായി അവർ പിന്തുണ നൽകില്ല. കാരണം വെൽഫെയർ പാർട്ടി രൂപീകൃതമായതിനു ശേഷം LDF-ഉമായിട്ട് മുന്നണിയിൽ വരാനും ബന്ധം സ്ഥാപിക്കാനും ഒക്കെ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഇടതുപക്ഷം ഒരു കാരണവശാലും അതിന് സമ്മതിച്ചിട്ടില്ല. എന്തുകൊണ്ടാണത്? കാരണം എന്താണെന്ന് വെച്ചാൽ അവർ മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്നു. അവരുമായിട്ട് ഏത് തരത്തിലുള്ള ധാരണയും ഹിന്ദു മത രാഷ്ട്രവാദത്തെ ശക്തിപ്പെടുത്തും. CPM സ്ഥാനാർത്ഥി ജയിച്ചപ്പോൾ അദ്ദേഹം വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ പോയി നന്ദി പറഞ്ഞതിന്റെ രേഖകളുണ്ട്. കാരണം അവർ ഇന്ത്യ സഖ്യത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഇന്ത്യ സഖ്യത്തിൽ വെൽഫെയർ പാർട്ടി രാജസ്ഥാനിൽ സിക്കാറിൽ അവിടെ CPM-ന്റെ MP ആണ്. താങ്കൾ ചെക്ക് ചെയ്യുന്നത്? അല്ല, അത് ശരി, സിക്കാറിൽ പിന്നെ MP പിന്നെ CPM-ന്റെ തന്നെയാണ്. പക്ഷെ ഞാൻ എവിടെയും അങ്ങനെ അവിടെ ഈ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇവിടെ അല്ലേ ഉണ്ടാവേണ്ടത്. പല സംസ്ഥാനങ്ങളിലും വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നാലെ എത്ര ആൾക്കാർ കൂടും, അങ്ങനെ കൂടിയിട്ടുണ്ടാവാം. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ വെൽഫെയർ പാർട്ടി ഇന്ത്യ സഖ്യത്തിലുണ്ട്. ആര് പറഞ്ഞു? മുസ്ലിം ലീഗ് ഉണ്ടല്ലോ. അല്ല, SDP ഉണ്ടല്ലോ. അല്ല, മുസ്ലിം ലീഗിനെ ഇന്ത്യ സഖ്യത്തിലുള്ള പാർട്ടിയാണല്ലോ. കോൺഗ്രസ് കേരളത്തിന് പുറത്ത് എവിടെങ്കിലും സഖ്യത്ത് കൂട്ടിയിരിക്കണോ? തമിഴ്നാട്ടിൽ DMK ശക്തമായിട്ട് മുന്നണിയുടെ നേതൃത്വം നൽകുന്നത് കൊണ്ട് മാത്രമാണല്ലോ ലീഗിനെ പരിഗണിച്ചത്. തരാതരം പോലെ എല്ലാ മുന്നണികളും ഈ വർഗീയ പാർട്ടികളെ കൂടെ കൂട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് SDP തന്നെ അതിനുള്ള ഉദാഹരണമാണ്, PDP അതിനുള്ള ഉദാഹരണമാണ്. അപ്പോൾ അതിൽ UDF LDF എന്നുള്ള വ്യത്യാസം. PDP SDPIയെ പോലുള്ളൊരു സംഘടനയായിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ. അവരിപ്പോൾ സഹകരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർ UDF-നും വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. PDP അതെപ്പോഴും ഇങ്ങനെയാണ്. UDF-ന് വോട്ട് ചെയ്ത് പിന്നെ ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ എന്താണ് കുഴപ്പം എന്നൊരു രീതിയിൽ സമീകരിച്ചു കൊണ്ടുപോവുകയാണ്. അത് ശരിയാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി UDF-നും ഒരേ സമയം വോട്ട് ചെയ്തിട്ടുണ്ട്, LDF-നും വോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് രാഷ്ട്രീയ? അപ്പോൾ ശരിക്കും ഞാൻ ചോദിച്ചാൽ ഈ വർഗീയവാദികളുടെ വോട്ട് സ്വീകരിക്കാമോ ഇല്ലേ? അങ്ങനല്ല, ഏകപക്ഷീയമായിട്ട് ഒരു സംഘടന പറയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. വ്യവസ്ഥകളും കണ്ടീഷൻസും ഒന്നുമില്ലാതെ ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടെന്ന് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആരെങ്കിലും പറയൂ? അതും അവരെ രാഷ്ട്രീയ സഖ്യത്തിൻ്റെ ഭാഗമാക്കി അവരുടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് അവർക്ക് വോട്ട് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് രണ്ടും രണ്ട് തന്നെയാണ്. പക്ഷെ അവിടെ വേണ്ട എന്ന് പറയാനുള്ള ഒരു അധികാരവുമുണ്ട്. വോട്ട് വേണ്ട, ആ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായിട്ട് പറയാനും എന്താണ് മടി എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ളവരിവിടെ ഉണ്ട്. അല്ല, RSS
വോട്ട് വേണ്ട എന്ന് പിന്നെ CPM പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇപ്പോഴും SDP ഒന്നും വോട്ട് വേണ്ടാന്ന് തന്നെ പറയും. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടാന്ന് തന്നെ. പിന്നെ എനിക്ക് തോന്നുന്നില്ല അത് പാർട്ടി സെക്രട്ടറി പോലും അങ്ങനെ പറയില്ല. അല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ അവരെ പോലെയുള്ള വർഗീയവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് തന്നെ ആയിരിക്കും ഇടതുപക്ഷത്തിൻ്റെയും സമീപനം എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ വേണമെന്നല്ലേ താങ്കൾ കരുതുന്നത് അല്ലേ? അല്ല, അങ്ങനെ ആകും എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ RSSൻ്റെ വോട്ട് വേണ്ട എന്ന്, ഹിന്ദു മതരാഷ്ട്രവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ ആശയങ്ങൾ പ്രയോഗവൽക്കരിക്കാൻ അവർ സ്വന്തമായിട്ടൊരു പാർട്ടി വരെ രൂപീകരിച്ചു. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുസ്ലിം മതസംഘടനയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് ജമാഅത്തെ ഇസ്ലാമിക്ക് മാത്രമാണ്. ഈ സംഘടന രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പായിരുന്നു കേവലം പുസ്തകങ്ങളിൽ മാത്രം ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം ഒതുങ്ങി നിന്നിരുന്ന സമയത്ത് അവർ പലർക്കും വോട്ട് ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അവർ. അതിനുശേഷം അവർ അവരുടെ ഈ മതരാഷ്ട്രവാദ കാഴ്ചപ്പാട് പ്രയോഗതലത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി സ്വന്തമായിട്ടൊരു പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിച്ചു. പക്ഷേ അവർ അവകാശപ്പെടുന്ന മറ്റൊരു രീതിയിലാണ്. പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണെന്നാണ്. മുസ്ലിങ്ങളിലെ അവാന്തര വിഭാഗങ്ങളിൽപ്പെട്ട ഒരാൾ പോലും ആ സംഘടനയിൽ ഉണ്ടാവില്ല. ഒരു മുജാഹിദുകാരനെ വെൽഫെയർ പാർട്ടിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ പറയുന്നത് മറ്റ് സമുദായ സംഘടന അല്ല, മറ്റ് സമുദായത്തിലെ ആളുകളും ഉണ്ടെന്നാണ് അവർ സ്വന്തം അവകാശപ്പെടുന്നത്. സമുദായത്തിൻ്റെ കാര്യം ആദ്യം നോക്കണ്ടേ. സുന്നി വിഭാഗത്തിൽപ്പെടുന്ന സുന്നി വിഭാഗത്തിൽപ്പെടുന്ന ഒരാളെ വെൽഫെയർ പാർട്ടിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? AP സുന്നി വിഭാഗത്തിൽപ്പെടുന്ന ഒരാളെ വെൽഫെയർ പാർട്ടിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? പക്ഷെ നിങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഇത്രമാത്രം വലുതാക്കുന്ന എന്തിനാണ്? കാരണം അത് നമുക്ക് അവഗണിക്കാൻ പറ്റുന്ന ഒരു സംഘടനയാണല്ലോ. അത്രമാത്രം ആളുകളില്ല. വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് അത്ര വലിയൊരു പാർട്ടിയല്ല. എന്നിട്ടും ഈ UDFനെതിരെയുള്ള പ്രധാന ആരോപണം ഇതാ UDF വെൽഫെയർ പാർട്ടിയെയും ജമാഅത്തെ ഇസ്ലാമിയെയും കൂടെ കൂട്ടുന്നു എന്നുള്ളതാണ്. എന്തിനാണ് അങ്ങനെ ഒരു നറേറ്റീവ് കൊണ്ടുവരുന്നത്? എന്താണെന്ന് വെച്ചാൽ വിഷം കുറച്ച് മതി. ഒരു വലിയ തളികയിൽ നമ്മൾ പായസം ഉണ്ടാക്കി വെച്ചു, നല്ല പായസം. അതിലേക്ക് ഒരിറ്റ് മണ്ണെണ്ണ വീണാൽ എന്താവും? അതുമാതിരിയാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ ശക്തി നോക്കേണ്ട നിങ്ങൾ, അവരുടെ ആൾബലം നോക്കേണ്ട നിങ്ങൾ. പക്ഷേ വർഗീയത ആളുകളുടെ മനസ്സിലേക്കും മസ്തിഷ്കത്തിലേക്കും അടിച്ച് കയറ്റാൻ അവർക്കൊരു പ്രത്യേക പ്രാവീണ്യമുണ്ട്. അപ്പോൾ താങ്കൾ ഇത്തവണ മത്സരിക്കുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായിട്ട് പറയും. കാരണം ജമാഅത്തെ ഇസ്ലാമി ഇത്തവണ വലിയൊരു ഫാക്ടറാണ്. ഞാൻ പറയട്ടെ, ഇപ്പോൾ ദാവൂദ്, ഇപ്പോൾ നിങ്ങളും പത്രപ്രവർത്തകനാണ്, ദാവൂദും പത്രപ്രവർത്തകനാണ്. പക്ഷെ ദാവൂദിന് ഒരു വർഗീയവാദി അല്ലാത്ത, ഒരു മുസ്ലിം വർഗീയതയോട് വളരെ അകന്നു നിൽക്കുന്ന ഒരാളെയും മുസ്ലിം വർഗീയവാദിയാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. വർഗീയവാദിയായിട്ട് മാറിപ്പോകും. പക്ഷെ അങ്ങനെ ഇതേ കാര്യം താങ്കൾ പറയുമ്പോൾ താങ്കൾക്കെതിരെ വരുന്ന ആരോപണം താങ്കൾ നേരത്തെ സിമി ആയിരുന്നു. ഞാൻ ആ സിമിയിലുള്ള എല്ലാ ആശയങ്ങളും ഉപേക്ഷിച്ചിട്ടാണല്ലോ മുസ്ലിം ലീഗിൽ ചേർന്നത്. ഞാൻ മാത്രമല്ല, അബ്ദുസമദ് സമദാനി മുസ്ലിം ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി, അദ്ദേഹവും സിമിയായിരുന്നു. അദ്ദേഹം സിമിയുടെ വലിയ നേതാവായിരുന്നു. ഞാൻ നേതാവൊന്നും ആയിട്ടില്ല. അദ്ദേഹം ഫറൂഖ് കോളേജിലെ ചെയർമാനായിരുന്നു സിമിയുടെ. പക്ഷേ അന്ന് ഞങ്ങൾ രണ്ടുപേരും സിമിയോട് ശക്തമായി വിയോജിച്ചുകൊണ്ട് പുറത്തു വന്ന് മുസ്ലിം ലീഗിൽ ചേർന്നതാണ്. അല്ല, അങ്ങനെ വിയോജിച്ചുകൊണ്ട് പുറത്തു വന്ന് മറ്റൊരു പ്രസ്ഥാനത്തിൽ ചേരുന്നവരെ താങ്കൾ ആ രീതിയിൽ കാണുന്നില്ല എന്ന് തോന്നുന്നു. കാരണം സന്ദീപ് വാര്യരെ താങ്കൾ ആ രീതിയിലല്ല കണ്ടത്. BJP ഉപേക്ഷിച്ച് അദ്ദേഹം കോൺഗ്രസിൽ വന്നപ്പോൾ അദ്ദേഹത്തെ പഴയ BJPക്കാരനായിട്ടാണ് താങ്കൾ കാണുന്നത്. അങ്ങനെയല്ല, നമ്മൾ ഏത് പാർട്ടിയിലാണെങ്കിലും, ഇപ്പം ഞാൻ സിമി ആയിട്ടുണ്ട്, സമദാനി സിമി ആയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് വരെ സിമി ആയിരുന്ന കാലത്തും ഏതെങ്കിലും ആൾക്കാരുടെ കഴുത്തിൽ ടയറിട്ടിട്ട് കത്തിച്ച് ഓല എങ്ങോട്ടെങ്കിലും ഓടിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം ആ പാർട്ടിയിൽ നിന്നപ്പോഴാണ്, BJP നേതാക്കന്മാർ പോലും അങ്ങനെ പറയില്ല. BJPയുടെ ഏതെങ്കിലും ഒരു നേതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നരേന്ദ്രമോദി പറഞ്ഞേക്കണോ? ഇവിടുത്തെ സുരേന്ദ്രൻ പറഞ്ഞേക്കണോ? ശ്രീധരൻപിള്ള പറഞ്ഞേക്കണോ? ഞാൻ ചോദിച്ചതല്ല, ഏത് BJPയുടെ നേതാവ്? സന്ദീപ് വാര്യർ അത് ഉപേക്ഷിച്ചുവല്ലോ, എന്നിട്ട് പുതിയൊരു പ്രസ്ഥാനത്തിൽ ചേരുകയാണ്. ഞാൻ പറയുന്നത്, ഉപേക്ഷിച്ചാലും നമ്മൾ ഏത് പാർട്ടിയിലാണെങ്കിലും പൊറുക്കാൻ പറ്റുന്നതേ പറയാവൂ. എന്താണ് ആ വാക്കിൻ്റെ ഒരു ഗൗരവങ്ങളൊന്ന് ആലോചിച്ച് നോക്കി.
പക്ഷേ താങ്കൾ സിമി ആയിരുന്ന കാലത്ത് താങ്കൾ ചെയ്ത പ്രസംഗങ്ങൾ എല്ലാവരും ഓർത്തിരിക്കണമെന്നില്ല. ഞാൻ സിമി ആയിരുന്ന കാലത്ത് പ്രസംഗിച്ചിട്ടില്ല. ഞാനൊരു മനുഷ്യനെതിരായിട്ട് ഒരു കല്ലെടുത്ത് വരെ എറിഞ്ഞിട്ടുമില്ല. ഞാൻ സിമി ആയിരുന്ന കാലത്തും ഞാൻ ആ ജാതി പ്രസംഗങ്ങളൊന്നും എവിടെയും നടത്തിയിട്ടില്ല. കാരണം അന്ന് ഞാൻ വളരെ ചെറിയ കുട്ടിയാണ്. പിന്നെ 12ാം ക്ലാസ്സിൽ നമ്മൾ +2 പഠിക്കുന്ന സമയത്താണ് ആയത്. ഞാൻ ഒരു ഹിന്ദുമത വിശ്വാസിയുടെ വികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഒരു പ്രസംഗം ഞാൻ അന്നും നടത്തിയിട്ടില്ല. അല്ല, താങ്കൾ ലീഗിലിരുന്ന സമയത്ത് താങ്കൾ CPM-കാർക്കെതിരെ പറഞ്ഞിട്ടുണ്ട്, DYFI-ക്കാർക്കെതിരെ പറഞ്ഞിട്ടുണ്ടാവും. അല്ല, DYFI അത് പൊളിറ്റിക്കലായിട്ട് സ്വാഭാവികമായിട്ടും പറയാം. പക്ഷേ അപ്പോഴും പിന്നെ CPM-കാരുടെ പിന്നെ തലയിൽ മറ്റെത്തിട്ടിട്ട് കണ്ട് കത്തിച്ച് ഓലെ റഷ്യയിലേക്ക് ഓടിക്കണം, ഓലെ ചൈനയിലേക്ക് ഓടിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിപ്പോൾ വിദ്യാർത്ഥി സമരങ്ങളിലൊക്കെ എത്രത്തോളം അങ്ങനെ പറയാറുണ്ട്, കെട്ടിത്തൂക്കണമെന്ന് പറയാറില്ലേ? അല്ല, അങ്ങനെ അല്ല, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അത് ലാഘവത്തോടു കൂടി നിങ്ങളതിനെ കാണരുത്. സന്ദീപ് വാര്യരുടെ മുൻപത്തെ ഓരോ സംസാരവും ഒരു BJP നേതാവ് വേറൊരു BJP നേതാവും പറയാത്ത രൂപത്തിലാണ് അദ്ദേഹം പറയുക. കാരണം അതൊക്കെ ബേസിക്കലായിട്ട് ഒരാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഏത് പാർട്ടി ആയാലും നമ്മളുടെ ഉള്ളിൽ നിന്ന് ഒരു തരം വെറുപ്പും വിദ്വേഷവും വേറൊരു ജനതയെ, ഒരു മതവിഭാഗത്തെ ചുട്ടുകൊല്ലണം എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരം അത് ഒരാളും ചെയ്യാൻ പാടില്ല. പക്ഷേ അദ്ദേഹത്തെ ലീഗ് അംഗീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ. അല്ല, ലീഗ് അംഗീകരിക്കുന്നതോട് കൂടിയിട്ട് എല്ലാം റെഡിയായി എന്ന് ആരാ പറഞ്ഞത്? ലീഗിൻ്റെ കുഴപ്പം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ആളുകളെ ഒരു ലേശം അകൽച്ചയിൽ നിർത്തണ്ടേ. വാദത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പിന്നെ ഇനിയിപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ചു. അദ്ദേഹം ഇന്ന് വരെ ഒരു ക്ഷമാപണം അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടോ? ഞാൻ ആ പ്രസ്ഥാനത്ത് നിന്ന സമയത്തെ എല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് പറഞ്ഞ പോരാ. കേരളത്തിലെ, ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗത്തെ സംബന്ധിച്ച് ഞാൻ അരുതാത്തത് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും പൊറുക്കാനാവാത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നോട് മുസ്ലിം സമുദായം പൊറുക്കണം, ക്ഷമിക്കണം, ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒന്ന് വരില്ല എന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണിച്ചാൽ? അല്ല, അങ്ങനെ പറഞ്ഞാൽ സന്ദീപ് വാര്യരെ താങ്കൾ അംഗീകരിക്കുക? അല്ല, താങ്കൾ പറഞ്ഞ വാചകം മാറ്റി പറയാമെന്നാണോ? അല്ല, അതല്ല ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയണ്ടേ? അല്ല, ഞാൻ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് മറ്റൊരു പ്രസ്ഥാനത്തിലാകുമ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം പ്രസ്ഥാനത്തിൻ്റെതല്ലെങ്കിൽ ഇപ്പോൾ BJP-യുടെ അഭിപ്രായമാണോ സന്ദീപ് വാര്യർ പറഞ്ഞത്? സ്വാഭാവികമായിട്ടും അങ്ങനെയായിരിക്കും. ഈ പിന്നെ കാശ്മീരിലെ മുസ്ലിങ്ങളുടെ കഴുത്തിലേക്ക് ടയർ വലിച്ചെറിഞ്ഞ് ടയർ കുടുക്കിയിട്ട് അതുമേ തീ കൊളുത്തിയിട്ട് പാകിസ്ഥാനിൽ കോലോടിക്കണം എന്നുള്ളത് BJP-യുടെ അഭിപ്രായമാണോ? അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റല്ലേ? അപ്പം ഇങ്ങനെയൊക്കെ എഴുതാൻ എങ്ങനെ പറ്റണം ഒരു മനുഷ്യന്? ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് താങ്കൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ വോട്ട് ഞാൻ വേണമെന്ന് പറഞ്ഞാൽ ഒരു തെരുവിലേക്ക് അത് ശരിയായിരിക്കും. പക്ഷെ വേണ്ട എന്ന് പറയാനുള്ള വേണം എന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. പിന്നെ വേണ്ടെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. വേണം എന്ന് ഞാൻ പറഞ്ഞാലും പോലെ ഒരൊറ്റ വോട്ട് എനിക്ക് തരില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നെ തോൽപ്പിക്കാൻ ഏറ്റവും അധികം മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഏറ്റവും അധികം അവരുടെ ലേഡീസ് വിങ്ങിനെ ഇറക്കി വീടാന്തരം പ്രചരണം അതെല്ലാം നടത്തിയത് അവരാണ് എന്ന് കരുതിയിട്ട് ഞാൻ ഒരു ഘട്ടത്തിൽ പോലും അവരോട് ഇങ്ങനൊന്നും ബുദ്ധിമുട്ടിക്കല്ലിട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവർ പ്രവർത്തിക്കട്ടെ. നമ്മളെ ജനങ്ങൾക്കറിയാമല്ലോ, നമ്മൾ വേണ്ടാന്നാണ് ജനങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മളുടെ പണി നോക്കണം. പക്ഷേ താങ്കൾ വേണ്ടാന്ന് സ്വയം തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അല്ല, അതെ, ഞാനിപ്പോൾ ഇപ്പോൾ സ്വന്തമായിട്ട് നമ്മൾ പറയാണ്, നമ്മൾ തന്നെ മാറി നിൽക്കാം, പാർട്ടിക്ക് വേറെ ആളുകളെ പരീക്ഷിക്കാം, വേറെ ആളുകൾക്ക് പിന്നെ അവസരങ്ങൾ കൊടുക്കാം. അത് നമ്മളുടെ ഒരു മര്യാദയാണല്ലോ അങ്ങനെ പറയുക എന്നുള്ളത്. അത് നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോൾ പാർട്ടിക്ക് നമ്മൾ പിന്നെ മാറ്റി നിർത്തുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളുടെ തന്നെ കൺസെൻറ്റോട് കൂടിയിട്ട് അത് ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ ഇത്തവണ എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞപ്പോൾ ഈ ന്യൂനപക്ഷങ്ങൾ കൈവിട്ടു എന്നൊരു തോന്നലിൽ പൊതുവേ ഇപ്പോൾ മലപ്പുറം പോലെയുള്ള ജില്ലയിൽ ചിലപ്പോൾ ക്ലീൻ സ്വീപ്പ് വരെ UDF-ന് കിട്ടിയേക്കാം എന്ന രീതിയിലാണ് വിലയിരുത്തലുകൾ വരുന്നത്. 16 നേടിയേക്കാം എന്ന രീതിയിൽ. അപ്പോൾ താങ്കളെ പോലെയുള്ള ഒരാളെ മാറ്റി നിർത്തേണ്ട ആവശ്യമേ പാർട്ടിക്ക് ഉണ്ടാവില്ല. അതല്ല, മലപ്പുറം ജില്ലയിൽ സ്വീപ്പിംഗ് വിക്ടറി എന്നൊക്കെ എങ്ങനെ പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് 10 ലക്ഷം വോട്ടുണ്ട് അവിടെ. ആ 10 ലക്ഷം വോട്ടിൽ ഭൂരിപക്ഷം വോട്ടും മൈനോറിറ്റി വോട്ട് തന്നെയാണ്. കാരണം 70%
മുസ്ലിം ജനസംഖ്യയുള്ള ജില്ലയല്ലേ മലപ്പുറം. മാത്രമല്ല ശേഷിക്കുന്ന 30% നിന്ന് ബി ജെ പിയുടെ വോട്ട് കഴിച്ച് ബാക്കി വോട്ടല്ലേ ഉണ്ടാവുകയുള്ളൂ. മൈനോറിറ്റി വോട്ട് തന്നെയാണ്. പിന്നെ എങ്ങനെ മൈനോറിറ്റി പൂർണ്ണമായിട്ടും LDF നിന്ന് അകന്നു എന്നൊക്കെ പറയാം? അതേസമയത്ത് തന്നെ ഭൂരിപക്ഷ വോട്ടുകൾ സമാഹരിക്കുന്നതിന് വേണ്ടി CPM മറ്റൊരു തന്ത്രം കൂടി പ്രയോഗിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഈ ന്യൂനപക്ഷ വോട്ടുകൾ കൈവിട്ടു എന്ന് പറയാൻ കാരണം. അതാണ് ഈ ന്യൂനപക്ഷ വോട്ടുകളും കൈവിടൂല, ഭൂരിപക്ഷ വോട്ടുകളും കൈവിടൂല. രണ്ടും കൈവിടുമോ എന്നുള്ളതാണ് ഇപ്പോൾ. അല്ല, രണ്ടും കൈവിടുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് പോകുന്നല്ലാതെ എന്താ? കാരണം കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടി വന്നാൽ ഒരു ഐക്യമോ ഏകീകരണമോ കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് ഏകകണ്ഠമായിട്ടുള്ള ഒരു അഭിപ്രായമോ അവർക്ക് സ്വരൂപിച്ചെടുക്കാൻ പറ്റുമോ? താങ്കളെ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഒരു മൂന്നാം LDF സർക്കാർ യാതൊരു സംശയവുമില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ മറ്റൊരു കാര്യം സംഭവിക്കും. ഇതുവരെ വിലയിരുത്തലുകൾ അങ്ങനെയായിരുന്നു. പെട്ടെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ നേട്ടം വന്നതുകൊണ്ടാണ് UDF അനുകൂലമായ ട്രെൻഡ് വന്നു എന്നുള്ള വിലയിരുത്തലിലാണ് ആ ഒരു ചർച്ച പോയത്. മൂന്നാം LDF സർക്കാർ വന്നാൽ ലീഗ് LDF-ലെത്തും എന്നൊന്നും പറയാൻ പറ്റൂല. ഞാൻ മനസ്സിലാക്കുന്നത് ലീഗ് നമ്മളുടെ സലാഹുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയെ പോലെ ഉള്ളൊരു പാർട്ടിയായിട്ട് കേരളത്തിൽ നിലനിൽക്കും. ലീഗിന് ഭരണമില്ലാതെ എത്ര കാലം പോകാൻ പറ്റും? അപ്പോൾ ഭരണം ഉണ്ടായിട്ടല്ലല്ലോ എല്ലാ പാർട്ടികളും. ഇപ്പോൾ സലാഹുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി ഇത്ര കാലം നിലനിന്നത് അവിടെ ഭരണം ഉണ്ടായിട്ടാണ്. അവർ ഭരണത്തിൽ എപ്പോഴെങ്കിലും ഭാഗവാക്കായിട്ടുണ്ടോ? കോൺഗ്രസ് എപ്പോഴെങ്കിലും അവരെ രാഷ്ട്രീയ സഖ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അപ്പോൾ മുസ്ലിം സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അധികാരം തന്നെ വേണമെന്നില്ല മുസ്ലിം ലീഗിന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ CPM-ന് താല്പര്യമുണ്ട് ലീഗിനെ LDF-ലേക്ക് കൊണ്ടുവരാൻ. ആര് പറഞ്ഞു? അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ലീഗ് അത്ര കണ്ട് കമ്മ്യൂണിസ്റ്റ് വിരോധം മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് കഴിഞ്ഞു. ഇനി ലീഗ് പറഞ്ഞാലും മുസ്ലിങ്ങൾ ഇടതുപക്ഷ സഖ്യം അംഗീകരിക്കാത്ത അവസ്ഥ ലീഗ് തന്നെ ലീഗ് പ്രവർത്തകന്മാർക്കിടയിൽ ഉണ്ടാക്കി. അത് ലീഗ് ചെയ്ത ഭയങ്കര ഒരു ബ്ലണ്ടറാണ്. താൽക്കാലികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അങ്ങനെ ലീഗ് ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷത്തേക്കുള്ള വഴി എന്നേക്കുമായിട്ട് ലീഗ് സ്വയം നശിപ്പിക്കുകയാണ് ചെയ്തത്. എന്തായാലും മൂന്നാം LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇതെല്ലാം നമുക്ക് കാണാം. മൂന്നാം LDF സർക്കാർ അധികാരത്തിൽ വരും. ഞാനൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, ചുവപ്പിൻ്റെ മൂന്നാം മൂഴം എന്ന് പറഞ്ഞിട്ട്. ഭരണ നേട്ടങ്ങൾ മുഴുവൻ പറഞ്ഞിട്ട് മറ്റുള്ള എൻ്റെ ലേഖനങ്ങളെല്ലാം കൂടി സമാഹരിച്ചിട്ടാണ് ചുവപ്പിൻ്റെ മൂന്നാം മൂഴം എന്ന് പറയുന്നൊരു പുസ്തകം തന്നെ ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിനെ സംബന്ധിച്ചിട്ട് ഒരു പുസ്തകം രചിച്ചു എന്നുള്ളത് ആ പേര് എനിക്കാണ്. ശരി, നന്ദി.